ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബീഫ് ബിരിയാണി ആയിട്ടാണ്. അത് മലബാർ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു വലിയ വെളുത്തുള്ളി മൊത്തമായിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 എടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് എരിവ് വേണ്ട ഒരു 4-5 എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇത്രയും മതി, ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകണ്ട. ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. ഞാൻ 1/2 കിലോ ബീഫാണ് ബിരിയാണിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. ഇത് ഞാൻ മുറിച്ച് വെച്ചതാണ്, അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൽ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാല അതിട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ബീഫിലും വെള്ളമുണ്ട്. അപ്പോൾ ഒരു പൊടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 5 വിസിൽ മതി. അപ്പോഴത്തേക്കും ബീഫ് വെന്ത് കിട്ടും. ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 2 മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറെ 2 സവാളയും കൂടെ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിട്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രൗൺ കളർ ആവുന്നോടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരണം. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി വെക്കാം. അപ്പം നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. 5 വിസിൽ വന്നു. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി വെക്കുകയാണ്. അപ്പോൾ അത് പ്രഷറൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അരി കുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ കൈമ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. അപ്പോൾ വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, കുരുമുളക് ഇത്ര ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പട്ടയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി അരിയിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വറുത്ത അതേ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെക്കുക. ഞാനൊരു കാര്യം ഇടാൻ മറന്നുപോയി. ഈ അരിയിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണ് അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തോന്ന് നോക്കാം. അപ്പോൾ നന്നായി ബീഫ് വെന്തിട്ടുണ്ട്. അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുക. പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മതി. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയൊക്കെ ഇട്ട് കൊടുക്കണം. അത് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം.
അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യാം നമുക്ക്. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതും കുറച്ച് നേരം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ വാങ്ങണം. ഇപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്, 3/4 വേവായിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണ്ട, ബിരിയാണി മസാല മാത്രം മതി. ഇനി അതിലേക്ക് നമ്മൾ പുതിനയിലയും മല്ലിയില പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് 3ഉം കൂടെ മിക്സ് ആക്കിയതാണ്, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നുമില്ല, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കുറച്ച് നേരം കുക്ക് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. ഇനി ഞാൻ ദമ്മിടുന്ന പാത്രം വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക, ഒരു കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടെ റൈസ് മുകളിലിട്ട് കൊടുക്കണം. ഇടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ട് നിരത്തി കൊടുക്കണം. ഇനി ഇതിന് മുകളിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മഞ്ഞൾ കളർ ഇട്ടാൻ വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ചും കൂടെ മുകളിൽ. പിന്നെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുക, കുറച്ചും കൂടെ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക. മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂടി വെക്കണം. ഇനി അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെക്കുക. ഞാൻ നല്ല ചൂടുള്ള പാത്രമാണ് വെച്ചത്. ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി വെക്കണം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഒക്കെ ഓഫാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കണം, ഇത് പൊട്ടിക്കരുത്, എന്നാലേ റൈസ് നല്ല കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്, കമൻറ്റ് ബോക്സിൽ ഇടുന്ന. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.